വിളിച്ചാ പോലും മകൻ വിളി കേൾക്കാത്ത അവസ്ഥയെ. എടി ചിന്നു, നിന്റെയും മഹിയുടെയും പ്രേമ നാടകം ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട്. ഞാൻ വിളിച്ചത് കേട്ടിട്ടും വരാൻ എന്താ ഇത്ര താമസം? അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? അയ്യോ അമ്മേ, അമ്മ പറഞ്ഞത് ഞാൻ എന്താ കേൾക്കാതിരുന്നിട്ടുള്ളത്? അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ നീ അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ നീ എന്തിനാ ലോ കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ അറിയാതെ നീ ലോ കോളേജിൽ ലെക്ചറായിട്ട് ചേർന്നോ? അത് അമ്മേ, എന്നെ ധിക്കരിക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? സ്വന്തം അമ്മ പറഞ്ഞ വാക്ക് നിനക്കനുസരിക്കാൻ വയ്യേ? ഇതാണോ നീ എനിക്ക് തരുന്ന വില? ലക്ഷണം കേട്ട വക്കീൽ കോട്ട് ഒരിക്കലും ധരിക്കരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും നീ അത് എടുത്തിട്ടു. ഇപ്പൊ അമ്മയോട് പറയാതെ രഹസ്യമായിട്ട് കോളേജിൽ പോയി ലെക്ചറായി. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ആർക്കു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്തെന്ന് എനിക്കറിയണം. ഒരു ചുമതലയും ഏറ്റെടുക്കാതെ നീ അലസനായിട്ട് ചുറ്റിയടിച്ച് നടന്നപ്പോ ഞാൻ എതിർത്തില്ല. നിന്റെ സന്തോഷത്തിന് ഒരു തടസ്സവും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോഴേക്കും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നീ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. മഹി, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അമ്മയെ വേദനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എന്റെ അച്ഛനല്ല, ദൈവമാണ്. എത്ര ഈസി ആയിട്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അവൻ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ നിർത്തി അവളെ കല്യാണം കഴിക്കണമെന്ന് നീ പറഞ്ഞപ്പോ അതിന് സമ്മതിച്ച് പെണ്ണ് കാണലിന് സഹകരിച്ചവനല്ലേ ഈ മഹി? നീ പറഞ്ഞ ഏതു വാക്കും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഈ പാവത്തിനെ എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇവൻ എന്തിനാ ആ ലോ കോളേജിൽ ജോലിക്ക് ചേർന്നത്? ലോ കോളേജിൽ ഒരു ലെക്ചറായി ജോലിക്ക് കയറേണ്ട ആവശ്യം എന്താ ഇവനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ രമേ, അവൻ അവിടെ ജോയിൻ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ. എനിക്ക് വേണ്ടി എന്തിനാ ഇവൻ അവിടെ ജോലി ചെയ്യുന്നത്? ഇവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് നേട്ടമുള്ളത്? രമേ, ഇപ്പൊ കുറച്ചു കാലമായി നീ ഇവനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നല്ലാതെ ഒരു കാര്യവും വൃത്തിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. നീ ഇവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്ന് അവളെ കല്യാണം കഴിക്കണമെന്ന് നീ ഇവനോട് ഓർഡർ ഇട്ടു. ആ പെൺകുട്ടി പഠിക്കുന്നത് എവിടെയാ? അവളാ ലോ കോളേജിലല്ലേ പഠിക്കുന്നത്. അവളോട് സംസാരിക്കാനും അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും അടുക്കാനും ഇവിടെ ഇരുന്നാൽ ഇവന് പറ്റുമോ?
നിയമം പഠിക്കുന്ന കുട്ടിയെ അതിന് അനുവദിക്കാതെ അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് ശരിയല്ലല്ലോ. കല്യാണം കഴിക്കാതെ എപ്പോഴും അവളുടെ വീട്ടിൽ കയറി ചെല്ലുന്നതും അവളോട് സംസാരിക്കുന്നതും അടുത്ത് ഇടപെടുന്നതും ഒക്കെ നമ്മളെ പോലുള്ള സംസ്കാരമുള്ളവർക്ക് ചേരുന്ന പണിയാണോ? ആ പെൺകുട്ടി അതേ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോ കോളേജിൽ ലെക്ചറായിട്ട് ജോലിക്ക് ചേർന്ന ഇന്നും അവളെ കാണുകയും ചെയ്യാം, അടുത്ത് ഇടപഴകുകയും ചെയ്യാം, ഇരുവർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അച്ഛനൊരു പുലിയാ, ഉപ്പുലി. ശരിയല്ലേ മോളെ? നീ ഇവിടെയാണോ ഇരിക്കുന്നേ? ഈ ബെഞ്ച് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? എടി, ഇത് നല്ല കുടുംബത്തിൽ പറഞ്ഞ, ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, നല്ല സോഷ്യൽ സ്റ്റാറ്റസും വിദ്യാഭ്യാസവും ഉള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച മക്കൾ പഠിക്കുന്ന കോളേജാ. കള്ളന്റെയും കൊലപാതകയുടെയും ഒക്കെ മോൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തതേ തെറ്റാ. പോയി പുറകിലെങ്ങാനും ഇരിക്കടി ദരിദ്രവാസി. ദക്ഷേ, ഇവളുടെ ചിരകാല മോഹമായിരിക്കും നമ്മളെ പോലുള്ള റിച്ച് സ്റ്റുഡൻസിന് കൂടെ പഠിക്കണമെന്നുള്ളത്. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ? പോയി ബാക്കിലിരുന്ന് പഠിക്കടി.